കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തത് റീബാർ റെവിറ്റ് ആർക്കിടെക്ചറിൽ റീബാർ എങ്ങനെ മോഡൽ ചെയ്യാം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ റിൻഡു ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ റെവിറ്റ് ആർക്കിടെക്ചറിന്റെ കമ്പോണൻസ്, അതായത് ഇപ്പം റെവിറ്റ് സ്ട്രക്ചറിലാണെങ്കിൽ ഇപ്പൊ ബീം, കോളം, റീബാർ, ഇവന്റ് റീബാർ ആണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ റെവിറ്റില് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ പ്രോപ്പർട്ടീസ് മാറ്റാനായിട്ട് അതെങ്ങനെ മാറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഞാനിപ്പോ റെവിറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടീസ് ബോക്സും പ്രൊജക്ട് ബ്രൗസറും ഒന്നും അത് വിസിബിൾ അല്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ബോക്സ് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂവില് യൂസർ ഇന്റർഫേസ് എടുക്കാം. അതിൽ പ്രൊജക്ട് ബ്രൗസറും പ്രോപ്പർട്ടീസും ഓഫ് ആയത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റാത്തത്. അപ്പൊ അത് ഓൺ ചെയ്യാം. പ്രൊജക്ട് ബ്രൗസർ വന്നു, പിന്നെ പ്രോപ്പർട്ടീസും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് രണ്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട രണ്ട് വിൻഡോസ് ആണ്. പിന്നെ അത് വരുന്നത് ഇങ്ങനെ വ്യൂവില് യൂസർ ഇന്റർഫേസിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ CAD-ൽ ഇവിടെയാണ്, ഇവിടെ ബോട്ടം റൈറ്റ് കോർണറിലാണ് CAD-ൽ അങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഇവിടെ ആയിട്ടാണ് CAD-ൽ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമുക്ക് റെവിറ്റില് ഇവിടെ വ്യൂ ചെന്നിട്ട് യൂസർ ഇന്റർഫേസിന്റെ അകത്താണ് അത് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ നമുക്കിപ്പോ ഒരു കമ്പോണന്റ് പ്രോപ്പർട്ടീസ്, അതായത് വോൾ ആണെങ്കിലും ഡോർ ആണെങ്കിലും വിൻഡോസ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേർണിച്ചേഴ്സ് എക്യുപ്മെന്റ്സ് എല്ലാം ഈ കമ്പോണന്റ് അകത്തുനിന്ന് എടുക്കുന്നത്, ലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന്റെ എങ്ങനെ പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റാമെന്ന് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ലെവൽസ് സെറ്റ് ചെയ്യുന്നതും യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നതും അതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ എഡിറ്റിംഗ് ടൂൾസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോ ഒരു വാൾ വരയ്ക്കുകയാണ്. ബൈ ഡിഫോൾട്ട് ബേസിക് വാൾ ജനറിക് 200 mm ഇത് തിക്നെസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ഈ തിക്നെസ്സിലുള്ള വാളാണ് നമുക്ക് ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ബോൾ നമുക്ക് പല രീതിയിലും വരയ്ക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൽ പെർട്ടിക്കുലർ തിക്നെസ്, ഇപ്പം ലൈൻ കമാൻഡ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഒരു വോൾ ആയിട്ടായിട്ട് ജനറേറ്റ് ആയിട്ട് വരുന്നത് അറ്റ് തിക്നെസ് ഓഫ് 200 mm. കണ്ടു, ഞാൻ ഈ വോൾ സെലക്ട് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയപ്പോൾ 200 mm തിക്നെസ്സിനുള്ളൊരു വോൾ കണ്ടു, വോളാണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ വാളിന് എനിക്ക് വേറെ ടൈപ്പ് ഓഫ് വാൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു നെയിം വരും. അപ്പൊ അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് തിക്നെസ് ആയിട്ടുള്ള, ഇപ്പൊ 300 തിക്നെസ്സിലുള്ള വാൾ എടുക്കാം, അല്ലെങ്കിൽ വേറെ വാൾ ടൈപ്പ് ഉണ്ട്, അതായത് ബ്ലോക്ക് വർക്ക് വാൾ ഉണ്ട്. ഇതൊക്കെ 3D-യിലാണ് കൂടുതലും റിയലിസ്റ്റിക് കിട്ടും. ടൈപ്പ് ഓഫ് ബ്ലോക്ക് വാൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബൈ ഡിഫോൾട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ലെയേഴ്സ് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഡിഫറൻസ് അറിയില്ല. ചിലപ്പോൾ ലെയേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് റീറ്റെയിനിങ് വാൾ 300 mm റീറ്റെയിനിങ് വാൾ ഇൻ കോൺക്രീറ്റ് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എടുത്തത് ജനറിക് 200 എന്ന് പറയുന്നത് പെർട്ടിക്കുലർ മെറ്റീരിയൽ അസൈൻ ചെയ്തിട്ടില്ല. ഒരു ജനറൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ആക്കാം, അതല്ലെങ്കിൽ ബ്രിക്ക് വാൾ ആക്കാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ വാളിനെ എഡിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതിന്റെ തിക്നെസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ അല്ലാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു ജിപ്സം ബോർഡായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വാളിനെ കാണിച്ചാൽ മതി. തിക്നെസ് ഓഫ് 100 mm അല്ലെങ്കിൽ 10 mm തിക്നെസ്സിലുള്ള ഒരു ബോർഡ് മതിയെങ്കിൽ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് ആ പെർട്ടിക്കുലർ തിക്നെസ്സിലേക്ക് അസൈൻ ചെയ്ത് മെറ്റീരിയൽ നമുക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ പോവാം. നമ്മൾ ഇതിനെയും എഡിറ്റ് ചെയ്യുമ്പോൾ ഏതൊരു കമ്പോണന്റിനെ എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റീനെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ കോപ്പി അവിടെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ബാക്കി മറ്റേ കോപ്പിയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു വാള് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ നേരെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കോപ്പി അത് മിസ് ഔട്ട് ആവും. അതിലായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്തത്.
അപ്പൊ എന്ത് കമ്പോണന്റും അത് എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. പിന്നെ റീനെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേര് മാറ്റിയിട്ട് വേറെ ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കാം. ഇത് ബൈ ഡിഫോൾട്ട് ജനറൽ 200 mm എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ഇതായത് കൊണ്ടാണ് ഞാനത് അത് മാറ്റാതെ നിൽക്കുന്നത്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പേര് കൊടുക്കാം? ബ്രിക്ക് വാൾ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, ബ്രിക്ക് വാൾ, അത് എനിക്ക് ബ്രിക്ക് വാൾ 200 mm ശരിയാക്കി കൊടുക്കണം, എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ റീനെയിം കൊടുത്തിട്ട് ഈ ബ്രിക്ക് വാൾ അറ്റ് 200 mm തിക്ക് അങ്ങനെ കൊടുക്കാം. ഇത് ഓക്കെ കൊടുക്കാം. എന്നിട്ട് എഡിറ്റിൽ പോയിട്ട് ഇവിടെ എങ്ങനെയാണ് ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിൽ ഇവിടെ സ്ട്രക്ചർ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. അതിൽ നമ്മുടെ തിക്നെസ് മെൻഷൻ ചെയ്യും. ഇപ്പൊ ഞാൻ 200-ന്റെ വോൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തിക്നെസ് ആള്. ഇനി അതിന്റെ ബ്രിക്ക് വാൾ ആണ്. അപ്പൊ ഇതില് ബൈ ഡിഫോൾട്ട് ഇനീഷ്യലി ഈ ഒരു പെർട്ടിക്കുലർ വാളിന് ഇത് മെറ്റീരിയൽ അസൈൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇതിൽ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബൈ കാറ്റഗറി അവിടെ ജസ്റ്റ് മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഡോട്ട്സ്, ഒരു കുഞ്ഞി ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് മെറ്റീരിയൽ ബോക്സ് വിൻഡോ, മെറ്റീരിയൽ ബ്രൗസറിനാണ് ഈ ഒരു വിൻഡോനെ വിളിക്കുന്നത്. ഈ മെറ്റീരിയൽ ബ്രൗസറിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഞാൻ ബ്രിക്ക് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഇവിടെ ജനറൽ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും. ഇത് കൂടാതെ കൂടുതൽ വേറെ മെറ്റീരിയൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഫോൾട്ട് മെറ്റീരിയൽ കോപ്പി, ഒരു മെറ്റീരിയൽ 0 മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത്, അതായത് ന്യൂ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ഫയൽസ് ആഡ് ചെയ്യുന്ന പോലത്തെ ആ ഒരു പ്രൊസീജിയറാണ്. ഒരു ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് മെറ്റീരിയൽ ലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള മതി. ഇപ്പൊ ഞാൻ ബ്രിക്ക് ഉണ്ടോ നോക്കാം, സെർച്ച് ചെയ്ത് നോക്കി. നമുക്ക് ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ, ജനറൽ മെറ്റീരിയൽസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തുണ്ട് ബ്രിക്ക് കോമൺ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആയിട്ട് ഉണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രാഫിക്സ്, അതിന്റെ ഐഡന്റിറ്റി, ഗ്രാഫിക്സ്, അപ്പിയറൻസ് എല്ലാം ഇതിൽ ഓൾറെഡി ഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്കതിൽ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും അത് സെലക്ട് ചെയ്യുമ്പോഴേ അതിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ യൂസ് റെൻഡർ അപ്പിയറൻസ് ഓൺ ചെയ്തിടുക. എന്നാല് നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ, നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്രിക്കിന്റെ ആ ഒരു മെറ്റീരിയലും ഫിനിഷസും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എപ്പോഴും യൂസ് റെൻഡർ അപ്പിയറൻസ്, ഏത് മെറ്റീരിയൽ ആണെങ്കിലും യൂസ് റെൻഡർ അപ്പിയറൻസ് ഓൺ ചെയ്തിടണം. ഓക്കെ, ഇനി ഓൺ ചെയ്തിടുക. എന്നിട്ട് അപ്പിയറൻസിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമുക്കിവിടെ. ഫിനിഷ് നമുക്ക് അൺഫിനിഷ്, ഗ്ലോസി, നീറ്റ് അങ്ങനെ കൊടുക്കാം. നമുക്കൊരു റഫ് സർഫേഴ്സ് ആണ് വേണ്ടതെങ്കിൽ അൺഫിനിഷ് കൊടുക്കാം. ഓക്കെ, പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും ചെയ്യാനില്ല. ഇത്രയും ഇപ്പൊ കട്ട് പാറ്റേൺ ഇതെല്ലാം നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ, അതായത് ഹാച്ച് ചെയ്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മളൊരു സെക്ഷൻ, ഈ ഒരു ബ്രിക്ക് വാളിന്റെ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രിക്കിന്റെ നമ്മൾ ഇങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്, ഹാച്ച്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ബൈ ഡിഫോൾട്ട് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പൊ ബൈ ഡിഫോൾട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തില്ല, നമ്മൾ ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആക്കിയിട്ട്, അതായത് റെൻഡർ അപ്പിയറൻസ് ഓൺ ചെയ്യുക. അപ്പിയറൻസിൽ ഇപ്പം മെറ്റീരിയൽ ഇത് അൺഫിനിഷ് ആക്കി കൊടുക്കുക, ജസ്റ്റ് അപ്ലൈ, ഓക്കെ കൊടുക്കുക. ഇതിൽ അസൈൻഡ് ആയി, ഓക്കെ കൊടുത്തു. വീണ്ടും അത് ഓക്കെ ആയി, ഇതും ഓക്കെ കൊടുത്തു. അപ്പൊ അത് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ സൂം ചെയ്താൽ ഇതിപ്പോ ഇത്രയും വലിയ വോളായിരിക്കും. ഞാൻ മെഷർമെന്റ് ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഹൈറ്റ് ഒക്കെ ലെവൽ 1 to ലെവൽ 2 ഇതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ലെങ്ത് കറക്റ്റ് ആയിട്ട് ഇപ്പം ഇത് ഇത്രയും സ്പാനുള്ള 6000 mm സ്പാനുള്ള, അതായത് 6 മീറ്റർ സ്പാനുള്ള ഒരു വോളാണ്. പിന്നെ നമ്മുടെ ഇതനുസരിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇത് എത്രയും സൂം ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. അത് റെൻഡർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
ഇങ്ങനെ ഒരു സർഫസ് നമുക്ക് കിട്ടും. മെറ്റീരിയൽ ഫുള്ളി നമുക്ക് ബ്രിക്ക് വോൾ ആയിട്ട് അസൈൻഡ് ആയി. ഇതല്ല, ഇത് നമുക്ക് ജസ്റ്റ് ക്ലയന്റിനെ കാണിക്കുമ്പം ഈ ഇതൊക്കെ ചെയ്യില്ലേ, ഈ എസ്റ്റിമേഷൻ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രിക്ക് വോളൊക്കെ വരച്ച് മെറ്റീരിയലൊക്കെ കറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ പ്രാക്ടിക്കലി ഒരു ബ്രിക്ക് വാളിൽ എന്തൊക്കെ ലെയേഴ്സ് ഉണ്ടാവും. അതായത് ഒരു ബ്രിക്ക് ലെയർ ഉണ്ടാവും, പിന്നെ അപ്പുറം ഇപ്പുറം പ്ലാസ്റ്ററിങ് ഉണ്ടാവും, പിന്നെ അതിന്റെ മേലിൽ പെയിന്റിങ് ലെയർ ഉണ്ടാവും, പെയിന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ലെയേഴ്സ് ആഡ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഇതാണെങ്കിൽ ഫുള്ളി ബ്രിക്ക് ബോൾ മാത്രമാണ്. അപ്പൊ ഇതിന്റെ മേലിൽ ലെയേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഈ 200 അകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് എഡിറ്റ് ചെയ്യേണ്ടി വരും. 200 മൈനസ് ഓൺ ബോത്ത് സൈഡ് കൊടുത്ത്, അല്ലെങ്കിൽ പ്ലസ് ഓൺ ബോത്ത് സൈഡ്. ഫൈനൽ തിക്നെസ് അതിന്റെ ഉള്ളിലായിരിക്കും ഇതെല്ലാം വരേണ്ടത്. 200 വരണം നിർബന്ധമില്ല, 210 ആവാം ഫൈനൽ തിക്നെസ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്ററിങ് ആൻഡ് പെയിന്റിങ്. അപ്പൊ ഞാൻ 210 ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ഒരു 5 mm അപ്പുറം ഇപ്പുറം ലെയേഴ്സ് ആഡ് ചെയ്യണം. എന്താ പ്ലാസ്റ്ററിങ് ലെയേഴ്സ് ആഡ് ചെയ്യണം. പിന്നെ പെയിന്റ് അത് ലെയർ തിക്നെസ് കൊടുക്കണം. ഒരു 0.001 തിക്നെസ് വേണമെങ്കിൽ കൊടുക്കുക. കാരണം അതൊരു മെറ്റീരിയൽ, എന്നാലും നമുക്ക് അത് മെറ്റീരിയൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ തിക്നെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മെറ്റീരിയൽ കയറുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, സെയിം പ്രൊസീജിയർ എഡിറ്റ് ടൈപ്പിൽ പോവുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ചർ എഡിറ്റിൽ പോവുക. ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ട് സ്ട്രക്ചർ ബ്രിക്ക് കോമൺ എന്ന് കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രിവ്യൂ കൊടുക്കുക. ജസ്റ്റ് പ്രിവ്യൂ കൊടുത്തിട്ട് ഒരു സെക്ഷൻ വ്യൂ ചെയ്യുക. കണ്ടു, ബൈ സെക്ഷൻ ഇങ്ങനെ ഇരിക്കുക ബ്രിക്ക് നിൽക്കുന്നത്. എനിക്ക് ഇതിൻ്റെ അകത്ത് 2 ലെയേഴ്സ് അപ്പുറം ഇപ്പുറം ആഡ് ചെയ്യണം, പ്ലാസ്റ്ററിങ് ലെയേഴ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്, ഇവിടെ സ്ട്രക്ചറിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് അസൈൻ ലെയേഴ്സ് കൊടുക്കുക. അസൈൻ ലെയേഴ്സ് കൊടുക്കുമ്പോൾ അസൈൻ ലെയേഴ്സിൽ ഇൻസേർട്ട് ലെയേഴ്സ് കൊടുക്കുക. ഇൻസേർട്ട് എടുക്കുക, ഒന്നുകൂടി ഇപ്പൊ ഒരു 0 തിക്നെസ് ആയിട്ടുള്ള ലെയർ കയറി വീണ്ടും ഇൻസേർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ തിക്നെസ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ലെയേഴ്സ് കാണാൻ പറ്റില്ല, തിക്നെസ്സും കാണാൻ പറ്റില്ല, കാരണം നമ്മൾ തിക്നെസ് അസൈൻ ചെയ്യാത്തതുകൊണ്ട്. തിക്നെസ് കൊടുക്കാനായിട്ട് 5 mm എന്ന് പറഞ്ഞിട്ട് 2 തിക്നെസ് പറഞ്ഞു. പക്ഷെ അത് ഇവിടെ ആയിട്ടാ വന്നത്. ഈ ഒരു ഓർഡർ ഇവിടെ ശ്രദ്ധിക്കണം. എനിക്ക് അപ്പുറം ഇപ്പുറമാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏത് ലെയർ ആണോ താഴത്തോട്ട് മീൻസ് മാറ്റേണ്ടി വരണ്ട, അപ്പുറം ഇപ്പുറം എനിക്ക് ഇത് നടുക്ക് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം പ്ലാസ്റ്ററിങ് ലെയേഴ്സ് കൊടുക്കാനാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് ഏത് ലെയറാണ് മൂവ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇതെടുത്തിട്ട് മേളിലോട്ട് കൊടുക്കുക, അപ്പ് കൊടുത്ത കണ്ടോ കറക്റ്റ്, അല്ലെങ്കിൽ മറ്റൊരു താഴത്തോട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെയായാലും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ലെയേഴ്സിന്റെ ആ ഓർഡർ കറക്റ്റ് ആക്കാനായിട്ട്. അപ്പൊ അത് ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ ആ ലെയർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. നമുക്ക് ആകെ ബൈ ഡിഫോൾട്ട് 3 ലെയറേ ഉള്ളൂ. ഇതും കോർ ബൗണ്ടറി ആണ്, അത് നോക്കണ്ട, ബൈ ഡിഫോൾട്ട് ഉള്ളതാണ്, അത് നോക്കണ്ട. അപ്പൊ ഇതില് കാറ്റഗറി പ്ലാസ്റ്ററിങ്, സിമെന്റ് പ്ലാസ്റ്ററിങ്. ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കുക. യൂസ് ആൻഡ് റെഫറൻസ് ഓൺ ചെയ്യുക. ഇത് അങ്ങനെ കൊടുക്കണം എന്നില്ല, ജസ്റ്റ് അപ്ലൈ ഓക്കെ കൊടുക്കുക. അതിൽ ആ ലെയറിൽ ആ മെറ്റീരിയൽ കയറി. ഇനി ഈ ലെയറിൽ മെറ്റീരിയൽ ആഡ് ചെയ്യും. മെറ്റീരിയൽ ആഡ് ചെയ്യണതെല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇത് തന്നെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുക്കുക, അപ്ലൈ ഓക്കെ. ഇപ്പം കണ്ടോ, ഇപ്പം അപ്പുറം ഇപ്പുറം കോൺക്രീറ്റിന്റെ അകത്ത് ബ്രിക്ക് ലെയർ ഉണ്ട്. ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യണമെങ്കിൽ അതിന്റെ സെക്ഷൻ കട്ട് ചെയ്ത് നോക്കിയാൽ മതി. സെക്ഷൻ ഇതാ ഇവിടെ നിന്ന് സെക്ഷൻ ജസ്റ്റ് കട്ട് ചെയ്ത് ഗോ ടു വ്യൂ കൊടുത്താല് ഇത് കാണാം. ലെയേഴ്സ് കാണാനായിട്ട് ഷെയ്ഡ് ഫൈൻ കൊടുക്കുക. ഒന്നുകൂടി നമുക്ക് ലെയേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ബ്രിക്ക് വോൾ ആണ് കറക്റ്റ് ആയിട്ട്. ഇത് ഹിഡൻ, അതായത് ബ്രിക്ക് വോൾ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഹാച്ചിലല്ലേ നമ്മൾ ബ്രിക്ക് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ സ്കെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ബ്രിക്ക് വോൾ പ്ലാസ്റ്ററിങ് അറ്റ് 5 mm തിക്ക് നമുക്ക് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഷെയ്ഡഡ് ഇങ്ങനെ വരും. കൺസിസ്റ്റന്റ് കളേഴ്സ്, റിയലിസ്റ്റിക്.
റിയലിസ്റ്റിക് വരുമ്പോൾ കറക്റ്റ് ആ ബ്രിക്ക് ലെയറും ഇപ്പുറം പ്ലാസ്റ്ററിങ്ങിന്റെ കട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് വരുന്നത് ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്രിക്ക് ഒരു വാള് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. ഇതിനെ നമുക്ക് തിക്നെസ് വേണമെങ്കിൽ മാറ്റാം. എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് സ്ട്രക്ചർ എഡിറ്റ് ചെന്നിട്ട് വേണമെങ്കിൽ എനിക്ക് റീനെയിം ചെയ്ത് 100 mm അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പൊ അതായത് ഇതിനെ 200 mm തിക്നെസ്സിലുള്ള വാളിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു 100 mm തിക്നെസ് എന്ന് പറഞ്ഞിട്ട് വേറെ നമുക്ക് ചെറിയ എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് വീണ്ടും മെറ്റീരിയൽ അസൈൻ ചെയ്യണമെന്നില്ല. ജസ്റ്റ് റീനെയിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എഡിറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ലെയർ ഇത് മാത്രം മാറ്റിയത്, ബാക്കി ഒന്നിനും ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇപ്പൊ 200-ന്റെയും അവിടെ ഉണ്ടാവും, 100-ന്റെയും ഉണ്ടാവും. ഇതിപ്പോ 100 ആയിട്ടുണ്ട്. 200-ന്റെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വേറെ വരയ്ക്കാം. വാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ബ്രിക്ക് വാൾ 200 അത് വരച്ചു കൊടുക്കുക. ഇതിപ്പം 100 ആയി, ഇത് 200 ആയി. ഇനി ഇതിനെ ചേഞ്ച് ചെയ്ത് 100 ആക്കണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് 100 ടിക്ക് കൊടുത്താൽ അത് ആ പ്രോപ്പർട്ടിയിലേക്ക് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വാളിന്റെ മാറ്റുന്നത്. ഇപ്പൊ ഡോർ ആണെങ്കിൽ പോലും ഇപ്പൊ ഞാനൊരു ഡോർ എടുത്ത് ഇവിടെ വെച്ചു. ഇപ്പം ഇവിടെ ഞാൻ ഡോർ എടുത്തപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഇറക്കി കാണിക്കുന്നുണ്ട്. കാരണം അവിടെ വാൾ ഇല്ലാത്തതുകൊണ്ടാണ് ഡോർ വരാത്തത്, അവിടെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ ഒരു റൂം എടുക്കുക, ഒരു വാളിൽ എടുത്തിട്ട് ഒരു റൂം വരയ്ക്കാം. 200 തിക്കിലുള്ള ഒരു ജസ്റ്റ് ഡയമെൻഷൻ നോക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കറക്റ്റ് ഡയമെൻഷനിൽ വരയ്ക്കണം. എപ്പോഴും ഒരു ഇങ്ങനെ ഒരു റൂം കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് ഡോർ കൊടുക്കണം, വിൻഡോസ് അങ്ങനെ എല്ലാം കൊടുക്കണമെങ്കിൽ ആർക്കിടെക്ചറിൽ കമ്പോണൻസിൽ പ്ലേസ് കമ്പോണന്റ് കൊടുക്കാം. അപ്പൊ അതിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു ടേബിൾ ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ റൂമിന്റെ അകത്ത് ടേബിൾ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഇത് കൊടുക്കാം, ഡോർ വിൻഡോസ് കൊടുക്കണമെങ്കിൽ ആർക്കിടെക്ചറിൽ ഡോർ കൊടുക്കാം. ബൈ ഡിഫോൾട്ട് ഇങ്ങനത്തെ ഒരു സിംഗിൾ ഫ്ലഷ് ഡോർ അറ്റ് ഈ ഒരു ഡയമെൻഷനിലാണ് വരുന്നത്. എനിക്ക് ഇത് തന്നെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാം. സിംഗിൾ ഫ്ലഷ് ഡോറാണ്. ഈ ഡോറിന്റെ ഓറിയന്റേഷൻ കറക്റ്റ് ആക്കണം. ഇപ്പൊ ഈ ഒരു തുറക്കുന്ന ഭാഗം ഇപ്പുറത്തെ സൈഡിലാക്കണമെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് കീബോർഡിൽ സ്പേസ് ബാർ ടൈപ്പ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇങ്ങനെ ഫ്ലിപ്പ് മിറർ കിട്ടും. വെക്കണേ മുന്നേ ആണെങ്കിൽ, വെച്ച് കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പ്ലേസ് ചെയ്തു. വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ മാറ്റണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലിപ്പ് ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. പുറത്തോട്ടോ അകത്തോട്ടോ തുറക്കാം. ഓക്കെ, നമ്മള് ഇപ്പൊ ഡോറ് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വാളില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു വാള് ഇങ്ങനെ നമ്മൾ ക്യാഡിലൊക്കെ ഡോർ വരയ്ക്കുമ്പോൾ ഒരു സ്ഥലം വിട്ടു കൊടുക്കൂലേ വാളിന്. പക്ഷെ ഇവിടെ അങ്ങനെ വേണ്ട, കാരണം ഇവിടെ വാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡോർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വാൾ കണ്ടോ, ഇവിടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എറർ കാണിക്കുന്നുണ്ട്. ഇവിടെ വാൾ, ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വാൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് 3D എങ്ങനെ ഇരിക്കുന്നു നോക്കാം. വാൾ ഫുൾ സെലക്ട് ചെയ്തിട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഫുള്ളി ഇപ്പോൾ ഇതൊരു റൂമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് ബാക്കിയുള്ള വാൾസിനെയൊക്കെ സെലക്ട് ചെയ്യും. അതല്ല ഒരു വലിയൊരു ഇതാണെങ്കിൽ അപ്പാർട്ട്മെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സെലക്ട് സിമിലർ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് വിസിബിൾ ഇൻ വ്യൂ. വിസിബിൾ ഇൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ലെവലില് ഈ പെർട്ടിക്കുലർ വാൾസ് മാത്രം 200 തിക്നെസ്സിലുള്ള വാൾസ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്ഷൻ എടുത്തത്. പിന്നെ ഈ വാളിന് ഹൈറ്റ് കറക്റ്റ് ആക്കണം. അപ്പൊ സെയിം പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ഇവിടെ മാറ്റാൻ പറ്റും. ഇപ്പം ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ 200-ന് പറഞ്ഞ 100 ആണെങ്കിൽ ഇത് എനിക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അത് വേറെ ഇതായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ലെവൽ 1 to level 2 അപ്ലൈ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ലെവൽ 1 ലെവൽ 2. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഡോർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഫർണിച്ചർ കമ്പോണന്റ് ആഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഡോർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതെനിക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ച് ബാക്ക് സാധാ റൂം പോലെ ആക്കണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് മോഡിഫൈഡ് ഫില്ലറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ്
ഫില്ലറ്റ് ചെയ്ത് അതിനോട് മതി. 3Dയിലും ഫില്ലറ്റ് ചെയ്യാം, 2Dയിലും ഫില്ലറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ വ്യൂവിൽ, പ്ലാൻ വ്യൂവിൽ നമുക്ക് കമ്പോണൻസ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. 3Dയിൽ പ്ലേസ് ചെയ്യാം, പക്ഷെ കറക്റ്റ് ആവണം എന്നില്ല, ഓർഡിനേറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഫ്രീ ടു മൂവ് അല്ലേ 3Dയിൽ, അതുകൊണ്ട്. ഇനി ഇതിനകത്ത് വിൻഡോസ് ആഡ് ചെയ്യണമെങ്കിൽ ആർക്കിടെക്ചറിൽ വിൻഡോ കൊടുക്കാം. ബൈ ഡിഫോൾട്ട് ഒരു ഫിക്സഡ് ടൈപ്പ് ഓഫ് വിൻഡോ ആണ്, അതായത് ഇങ്ങനത്തെ വിൻഡോ നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷനുള്ളൂ. നമുക്ക് വിഡ്ത് കൂട്ടി ഉള്ള വിൻഡോ ഇങ്ങനെ കൊടുക്കാം. അതല്ല, എനിക്ക് വേറെ ടൈപ്പ് ഓഫ് വിൻഡോ വേണം, അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഡോർ വേണമെങ്കിൽ ആ പെർട്ടിക്കുലർ നമ്മൾ പ്ലേസ് ചെയ്തെങ്കിൽ ഈ പ്ലേസിൽ കറക്റ്റ് ആയിട്ടുള്ള വേറെ ടൈപ്പ് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പിൽ പോവാ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഞാനിപ്പം സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പേര് കൊടുക്കണം. കാരണം ഈ ലാസ്റ്റ് ആകുമ്പോൾ ഷെഡ്യൂൾ എടുക്കുമ്പം കറക്റ്റ് ആ പേര് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലോഡ് കൊടുക്കുക, പേര് മീൻസ് ടാഗ് ചെയ്യണം, D100/210 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ CAD-ൽ ചെയ്യുന്ന പോലെ. ഇതിൽ ലോഡ് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇനി ആ കോപ്പിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ലോഡ് എടുക്കുക, അതിൻ്റെ അകത്ത് എനിക്ക് വിൻഡോ അല്ലേ സെലക്ട് ചെയ്ത്, അപ്പോൾ വിൻഡോ കാറ്റഗറി എടുക്കുക. വിൻഡോസ് എടുക്കാം. അതിൽ നമുക്ക് വിൻഡോസ് ഏതാണ് വേണ്ടത് അത് നമുക്ക് ലോഡ് ചെയ്തെടുക്കാം. സ്കൈലൈൻ ടോപ്പ് വിൻഡോസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇങ്ങനത്തെ വിൻഡോസ് എല്ലാം. പിന്നെ ഇങ്ങനത്തെ വിൻഡോസ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് അത് ലോഡ് ചെയ്യാം. എന്നിട്ട് ആ ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കുറേ ഡയമെൻഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡയമെൻഷൻ ചൂസ് ചെയ്യാം. ഹൈറ്റ് ഒരു ഡയമെൻഷൻ ചൂസ് ചെയ്യുക. ഓക്കെ ഓക്കെ, ലോഡ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കണം. ഓക്കെ, അത് വന്നു. ഇത് പുറത്തേക്ക് അകത്തേക്ക് തുറക്കാൻ വേണ്ടി, പുറത്തോട്ട് തുറക്കണമെങ്കിൽ ഇത് ഫ്ലിപ്പ് ചെയ്ത് അകത്തോട്ട് പുറത്തേക്ക് ഇടും. ഇത് 3D നോക്കുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വിൻഡോ നമ്മൾ ലോഡ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പം ഇത് കണ്ടോ, ഫ്ലിപ്പ് ഞാനിപ്പോൾ സ്പേസ് ബാർ അടിച്ചിട്ട് ഫ്ലിപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് അകത്തിരിക്കേണ്ടതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ. വീണ്ടും ഫ്ലിപ്പ് അടിച്ച് കറക്റ്റാക്കി വെച്ചു. കറക്റ്റാക്കി വെക്കുമ്പോൾ ഇങ്ങനെയല്ലേ സാധാരണ വ്യൂ വരേണ്ടത്. ഹൈറ്റ് വിഡ്ത്ത് നമുക്ക് ആ ടേബിളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ വോൾ ചെയ്ത പോലെ സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ നമ്മുടെ ഫ്രെയിമിന്റെ ആ വിൻഡോന്റെ ഫ്രെയിം മെറ്റീരിയലൊക്കെ നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് മെറ്റീരിയൽ ലോഡ് ചെയ്യണ പോലെ സെയിം പ്രൊസീജിയർ, സെലക്ട് ചെയ്യുക, ആ മെറ്റീരിയൽ ഇവിടെ നിന്ന് ലോഡ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. വുഡൻ കൊടുക്കണോ സ്റ്റീൽ കൊടുക്കണോ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാം. ഡോറും അങ്ങനെ തന്നെ, എനിക്ക് വേറെ ടൈപ്പ് ഓഫ് ഡോർ വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്ട്രക്ചർ, ഇവിടെ എഡിറ്റ് ടൈപ്പിൽ പോവാ, ഡ്യൂപ്ലിക്കേറ്റ് D1 അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കുക, എന്നിട്ട് അത് ലോഡ് കൊടുക്കുക. അത് ഡോർ കാറ്റഗറി ആയതുകൊണ്ട് കറക്റ്റ് ഡോർ തന്നെ ചൂസ് ചെയ്യുക. റെസിഡൻഷ്യൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡോർ അവൈലബിൾ ആണ്. നമുക്ക് ഇത് ഡബിൾ സ്വിംഗ് ഡോർ ആണെങ്കിൽ അതെടുക്കാം. ഓപ്പൺ കൊടുക്കുക, ഡയമെൻഷൻ ചൂസ് ചെയ്യുക. നമുക്ക് റഫായിട്ട് ഒരു ഡയമെൻഷൻ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ കൊടുക്കുക. അത് റീപ്ലേസ് ചെയ്യാൻ, ലോഡ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക, വേറെ ഒന്നും ക്ലിക്ക് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഇങ്ങനെ ഒരു ടൈപ്പ് ഡോർ നമുക്ക് കിട്ടി. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് സൈസ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ലെവലിൽ പോയി നോക്കിയിട്ട് കറക്റ്റ് കൊടുക്കാം. നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ്, കുറച്ച് പുറത്തോട്ട് ചാടിക്കിടക്കുന്നുണ്ട്. പിന്നെ ഇത് അകത്തേക്ക് തുറക്കുന്ന ടൈപ്പ് ഓഫ് ഡോറാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കമാൻഡ് സെലക്ട് ചെയ്യുക, മൂവ് ഓപ്ഷൻ എടുക്കുക, ആ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് പറഞ്ഞു എടുക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ ഇത് കുറച്ച് മൂവ് ചെയ്ത് വെക്കാം.
വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ആരോ കീസ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ കീസ്, അതെടുത്താലും അത് മൂവ് ആവും. 3D നോക്കുക, ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ. പിന്നെ വിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കട്ടെ, ഇത് തന്നെ കൊടുക്കണമെന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റ് ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ ഹൈറ്റ്, വിഡ്ത്ത്, മെറ്റീരിയൽ, തിക്നെസ് എല്ലാം നമുക്ക് മാറ്റാം. ഫ്രെയിം തിക്നെസ് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അത് പെർട്ടിക്കുലർ ഡോറിന്റെ അകത്തുള്ള എല്ലാ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് ഒന്ന് ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിവിറ്റ് സ്ട്രക്ചറിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാം. ഓൾറെഡി റീബാർ എടുത്തു കഴിഞ്ഞു. റീബാർ കുറച്ച് അഡ്വാൻസ് ഉള്ളതാണ് റിവിറ്റ് സ്ട്രക്ചർ. അപ്പം ബീം, കോളം പ്ലേസ് ചെയ്യാം, ബീം എങ്ങനെ പ്ലേസ് ചെയ്യാം, ഇപ്പൊ വോൾസ് പ്ലേസ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ കണ്ടു. ബീം എങ്ങനെ പ്ലേസ് ചെയ്യാം, കോളം പ്ലേസ് ചെയ്യാൻ എങ്ങനെയാണ്, പിന്നെ റൂഫ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ കമ്പോണന്റ് പ്ലേസ് ചെയ്യണം. അപ്പൊ ബീമിന്റെ അകത്താണ് റീബാർ എല്ലാം കൊടുക്കുന്നത്, കോളത്തിന്റെ അകത്തും ഫുട്ടിങ്, അങ്ങനെ കമ്പോണന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി റീബാറിന്റെ ക്ലാസ് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, നമുക്കന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ, താങ്ക് യു.